സൃഷ്ടിക്കുകയാണെങ്കിലും വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാവണം. അതല്ലാതെ കേവലം മഞ്ഞപ്പത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, കേവലം മീഡിയകളുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ആ മതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായൊരു ചിത്രം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തെയും ഇസ്ലാമിനെയും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാവണം. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു ദർശനം എന്ന നിലയിൽ ഭാരതത്തിൽ ജന്മം കൊണ്ട, ഭാരതത്തിൽ ഉണ്ടായിരുന്ന ദർശനങ്ങളെല്ലാം തന്നെ ഹൈന്ദവ ദർശനമായി കൊണ്ടാണ് എണ്ണി വരാറുള്ളത്. പ്രത്യേകിച്ച് വൈഷ്ണവം, ശൈവം, ശാക്തം, ഗാണപദ്യം പോലുള്ളതെല്ലാം ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങളാണ്. അതേസമയം വേദസംഹിതകളുടെ ആധികാരികതയെ അംഗീകരിക്കുകയും ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വേദ ദർശനങ്ങൾ, വൈദിക ദർശനങ്ങൾ, വൈദിക മതം ഇവിടെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ വേദസംഹിതകളുടെ അടിസ്ഥാന ആശയത്തെ ചോദ്യം ചെയ്ത, സട്ടാവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത ചർവാക മുനിയുടെ ലോകാന്ത ദർശനവും ജന്മം കൊണ്ടത് ഈ മണ്ണിൽ തന്നെയാണ്. സത്യസായി ബാബയുടെ ജാലവിദ്യ മതവും അതോടൊപ്പം തന്നെ ശ്രീ രവിശങ്കറിൻ്റെ ജീവനകല ദർശനവും അതുമായി ബന്ധപ്പെട്ട ഓഷോ രജനീഷിൻ്റെ താന്ത്രിക മതവും ലൈംഗിക മതവും ഇതെല്ലാം ഭാരതത്തിൽ തന്നെ ജന്മം കൊണ്ട ദർശനങ്ങൾ. എന്തായിരുന്നാലും ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങളെ ഇസങ്ങൾ മൊത്തത്തിൽ ഭാരതീയ ദർശനം എന്നാണ് വിളിച്ചു വരാറുള്ളത്. ഇവിടെ ഹിന്ദു മതത്തെ നമ്മൾ അറിയേണ്ടത് അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാവണം. എന്താണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആധികാരിക പ്രമാണങ്ങൾ? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചതുർവേദങ്ങൾ തന്നെയാണ്. രണ്ടാമത് വേദസംഹിതകൾ, അതോടൊപ്പം തന്നെ ബ്രാഹ്മണങ്ങൾ, ഇതിഹാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ഭഗവത്ഗീത, ഇവയെല്ലാം തന്നെ ഹൈന്ദവ ദർശനത്തിൻ്റെ ആധികാരിക പ്രമാണങ്ങളായി കൊണ്ടാണ് എണ്ണി വരാറുള്ളത്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമായ മുഹമ്മദ് നബിയുടെ ജീവിതം, പ്രവാചകൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രവാചകൻ്റെ ചര്യ അഥവാ ഹദീസുമാണ് ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങൾ. ഈ രണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാവണം ഈ രണ്ട് പ്രബല മതങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ നമുക്കറിയാം. നമ്മെ സൃഷ്ടിച്ച, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച, പരമാണു മുതൽ പരകോടി നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ച, അവക്ക് കൃത്യമായൊരു മാർഗദർശനം നൽകുന്ന ഒരു സ്രഷ്ടാവ്, ഒരു നാഥൻ ഈ ലോകത്തുണ്ട് എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. ആ ഒരു സ്രഷ്ടാവിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. കേവലം കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്നത് പോലെ ദൈവമില്ല ഇല്ല ഇല്ല എന്ന് 100 തവണ 10,000 തവണ അല്ല പരകോടി തവണ വിളിച്ചു കൂവിയാലും ഒരിക്കലും ദൈവം എന്ന ശക്തി ഇല്ലാതാവുകയില്ല. ദൈവം എന്ന ശക്തി നശിച്ചു പോവുകയുമില്ല. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ ലോകത്തിലെ നാഥൻ, ഹിന്ദുവിനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ഈ ലോകത്തിലെ നാഥൻ, ആ നാഥനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് മതദാർശനിക പ്രമാണങ്ങളിൽ എമ്പാടും ദർശിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സട്ടാവിനെക്കുറിച്ച്, ഈ ലോകത്തിലെ നാഥനെക്കുറിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ പറയുന്നത്, പരിചയപ്പെടുത്തുന്നത് ഹിരണ്യഗർഭൻ, പ്രജാപതി, വിരാട് പുരുഷൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ്. അതേസമയം വിശുദ്ധ ഖുർആൻ സട്ടാവിനെ പരിചയപ്പെടുത്തുന്നത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബ് രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട്, അർ-റഹ്മാൻ അർ-റഹീം പരമകാരുണ്യകൻ കരുണാവാരിധി എന്നെല്ലാമുള്ള പ്രയോഗങ്ങളിലൂടെ സട്ടാവിനെ വിശുദ്ധ ഖുർആനും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈ ലോകത്തൊരു നാഥനുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഉടയ തമ്പുരാൻ എന്ന് വളരെ കൃത്യമായി ഉപനിഷത്തുകളുടെ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മുണ്ടകോപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം. എന്താണ് ആ വചനം പഠിപ്പിക്കുന്നത്? നതത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. നതത്ര സൂര്യോ, സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്ര, ചന്ദ്രനും പ്രകാശിക്കുന്നില്ല. ന താരകം, താരകങ്ങൾ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ. നേമ വിദ്യുതോപാന്തി കുതോയമഗ്നി, മിന്നലുകളും പ്രകാശിക്കുന്നില്ല. പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? തമേവ ബാന്ധം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി.
സർവസ്വവും ജ്വലിക്കുന്നത് സട്ടാവായ ഉടയ തമ്പുരാൻ നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സൂര്യനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ചന്ദ്രനെയും അഗ്നിയെയും മിന്നലുകളെയും സൃഷ്ടിച്ച ഒരു നാഥനുണ്ട് എന്നും അവനെ അറിയണമെന്നും മുണ്ടകോപനിഷത്ത് സൂചന നൽകുന്നു. സൂര്യാരാധന അരുതെന്നും ചന്ദ്രാരാധന അരുതെന്നും അഗ്നിപൂജ അരുതെന്നും മറിച്ച് അവക്ക് ജ്വലിക്കാനുള്ള, തിളങ്ങാനുള്ള കഴിവ് നൽകിയ സട്ടാവിനെ അറിയണമെന്നും മുണ്ടകോപനിഷത്ത് താല്പര്യപ്പെടുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് ഖുർആനിൽ എമ്പാടും വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ശ്രദ്ധേയമായ വചനമാണ് 3-ാം അധ്യായം ആൽ ഇംറാനിൻ്റെ 190, 191 വചനങ്ങൾ. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. സട്ടാവായി ഉടയ തമ്പുരാനെ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഓർക്കുന്നവർ, നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്നവർ, അവർ പ്രതികരിക്കും, റബ്ബന മാ ഖലഖത ഹദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊന്നും സട്ടാവേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ജ്വലിക്കുന്ന സൂര്യനെ, മിന്നിത്തിളങ്ങുന്ന താരസമൂഹങ്ങളെ, പ്രഭചൊരിയുന്ന ചന്ദ്രനെ ഒന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിൻ്റെ പ്രതികരണമാവണം ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത് തന്നെയാണ് വിവേകമതികളുടെ പ്രതികരണം. അപ്പോൾ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം ഖുർആൻ വ്യക്തമാക്കുന്നു സൂറത്ത് ആലി ഇംറാനിലൂടെ. പലയിടങ്ങളിലും ഇക്കാര്യം ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് പ്രമാണങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കി. ആ സട്ടാവിൻ്റെ പേരിലാണ് പലപ്പോഴും ഇന്ന് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പേരിൽ മതദല്ലാളന്മാർ, മനുഷ്യ ദൈവങ്ങൾ, ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്മാർ പരമാവധി മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. ഇവിടെ നമ്മെ സൃഷ്ടിച്ച സട്ടാവ് എങ്ങനെയുള്ളവനാണ്, അവനെക്കുറിച്ച് നാം കൃത്യമായി അറിയേണ്ടതുണ്ട് പ്രമാണബദ്ധമായി. അതല്ലെങ്കിൽ നാം ചൂഷണം ചെയ്യപ്പെടും. സട്ടാവിനെക്കുറിച്ച് വേദസംഹിതകൾ വളരെ കൃത്യമായി സംസാരിക്കുന്നു. വിശുദ്ധ ഖുർആനാകട്ടെ വളരെ കൃത്യമായി സട്ടാവിനെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക സാധ്യമല്ല ഈ ലോകത്ത് വെച്ച് എന്നാണ് ഉപനിഷത്തുകളുടെ വിശദീകരണം. കേനോപനിഷത്തിൻ്റെ പ്രഥമ ഖണ്ഡത്തിലെ 6-ാമത്തെ വചനം അതാണ് പറയുന്നത്. യച്ചക്ഷുശാന പശ്യതി യേന ചക്ഷംസി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതി തവ മുപാസതേ. കണ്ണുകൊണ്ട് നിനക്ക് യാതൊരു ശക്തിയെ കാണാൻ കഴിയുന്നില്ലയോ, എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ലഭിക്കാൻ കാരണം യാതൊന്നാണോ? തദേവ ബ്രഹ്മത്വം വിധീനേതം യതിതവമുപാസതേ. അതാണ് പരബ്രഹ്മം. നീ അതിനെയാണ് ഉപാസിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥനകൾ, ആരാധനകൾ, പൂജകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തിക്കായിരിക്കണം എന്ന് കേനോപനിഷത്ത് പറഞ്ഞു. എന്നാൽ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ എവിടെ നിൽക്കുന്നു? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മനുഷ്യ ദൈവങ്ങളെ, മൂർത്തികളെ, നിർജീവ വസ്തുക്കളെ, അവതാരങ്ങളെ എല്ലാം കാണുന്നു. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട അവതാരങ്ങളെ, ധർമ്മസംസ്ഥാപകന്മാരെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ കണ്ടില്ലേ? ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പാർത്ഥനും പാണ്ഡവരും കൗരവരും കണ്ണുകൊണ്ട് കണ്ടു. ശ്രീരാമചന്ദ്രനെ സീതാദേവിയും രാവണനും അതേപോലെ ലക്ഷ്മണനും ഹനുമാനും കണ്ണുകൊണ്ട് കണ്ടു. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? പ്രമാണങ്ങൾ വളരെ കൃത്യമായി ദൈവത്തെ കണ്ണുകൊണ്ട് ആരും കണ്ടിട്ടില്ല, കാണുക സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നവയെ മനുഷ്യർ മതവിശ്വാസികൾ ആരാധിക്കുമ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? തുറന്ന മനസ്സുമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണം. വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു? ലാ തുദ്രികുഹുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. സട്ടാവിനെ കണ്ണുകൾ കണ്ടെത്തില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുമെന്ന്. കണ്ണുകൊണ്ട് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം. 6-ാം അധ്യായം സൂറത്ത് അൻആമിൻ്റെ 103-ാമത്തെ വചനം. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ അനുയായികൾ.
മുഹമ്മദ് നബി ദൈവമാണെന്ന് അവരാരും വിശ്വസിച്ചില്ല. മുഹമ്മദ് നബി ദൈവമാണെന്ന് മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ദാസനാണ്, സൃഷ്ടിയാണ്, സട്ടാവല്ല. ഈ ഒരു സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള വിശാലമായ മനസ്സ്, സട്ടാവിനെ സട്ടാവായി കാണാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ പല പല വീക്ഷണങ്ങൾ, ചിന്തകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എത്ര ദൈവം എന്ന് ചോദിച്ചാൽ 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നവർ നമുക്കിടയിൽ. ദൈവമുണ്ടോ? ഉണ്ട്. എത്ര ദൈവം? 3 ദൈവം എന്ന് പറയുന്നവർ. ദൈവമുണ്ടോ? ഉണ്ട്. എത്ര ദൈവം? 1 ദൈവം എന്നും പറയുന്നവർ. ദൈവമുണ്ടോ? ഇല്ലേ ഇല്ല